ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് സുധിൻ സൈനുദ്ദീൻ. പ്രധാന വാർത്തകൾ. ദേശീയ ഗീതമായ വന്ദേമാതരം 150ന്റെ നിറവിൽ ഒരു വർഷം നീളുന്ന വാർഷികാഘോഷ പരിപാടികൾക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ന്യൂഡൽഹിയിൽ തുടക്കം കുറിക്കും. ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിലെ ആദ്യഘട്ട വോട്ടെടുപ്പിൽ 64.66% പോളിംഗ്. രണ്ടാംഘട്ട വോട്ടെടുപ്പ് ചൊവ്വാഴ്ച. രാജ്യത്തെ ബാങ്കുകൾ ലോകോത്തര നിലവാരത്തിലേക്ക് വികസിപ്പിക്കുന്നതിനുള്ള ചർച്ചകൾ പുരോഗമിക്കുന്നതായി കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ. കേരളത്തിൽ തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിന്റെ ഭാഗമായുള്ള എന്യൂമറേഷൻ ഫോം വിതരണത്തിന് ജനങ്ങളിൽ നിന്ന് മികച്ച സഹകരണം ലഭിക്കുന്നതായി മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ. അർബുദത്തെക്കുറിച്ചുള്ള അവബോധം വളർത്തുകയെന്ന സന്ദേശവുമായി ഇന്ന് ദേശീയ ക്യാൻസർ ബോധവൽക്കരണ ദിനം. ഇന്ത്യൻ ഹോക്കിയുടെ 100ാം വാർഷികത്തോടനുബന്ധിച്ച് രാജ്യമെമ്പാടും ഇന്ന് വിപുലമായ ആഘോഷം. വാർത്തകൾ വിശദമായി. ദേശീയ ഗീതമായ വന്ദേമാതരത്തിന്റെ 150ാം വാർഷികാഘോഷങ്ങളിലേക്ക് രാജ്യം. ഒരു വർഷം നീളുന്ന പരിപാടികൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ന്യൂഡൽഹിയിൽ ഉദ്ഘാടനം ചെയ്യും. വിശദാംശങ്ങളിലേക്ക്. ഇന്ത്യയുടെ സ്വാതന്ത്ര്യ പ്രസ്ഥാനത്തിന് പ്രചോദനം നൽകുകയും രാജ്യത്തിന്റെ അഭിമാനവും ഐക്യവും ഉയർത്തിക്കാട്ടുകയും ചെയ്ത കാലാതീത രചനയാണ് വന്ദേമാതരം. വന്ദേമാതരത്തിന്റെ 150ാം വാർഷിക ചരിത്രത്തെക്കുറിച്ചുള്ള ക്യൂറേറ്റഡ് എക്സിബിഷൻ, ഹ്രസ്വ ഡോക്യുമെന്ററി പ്രദർശനം, സ്മാരക സ്റ്റാമ്പും നാണയവും പുറത്തിറക്കൽ എന്നിവയും ഉദ്ഘാടന ചടങ്ങിനോടനുബന്ധിച്ച് സംഘടിപ്പിച്ചിട്ടുണ്ട്. വന്ദേമാതരം തലമുറകളെ പ്രചോദിപ്പിക്കുകയും ദേശസ്നേഹത്തെ ജ്വലിപ്പിക്കുകയും ചെയ്യുന്നതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. वंदे के गान में करोड़ों देशवासियों ने हमेशा राष्ट्र प्रेम के अपार उफान को महसूस किया है. वंदे मातरम हमारे इन प्रयासों में हमेशा हमारी प्रेरणा बनेगा. 1875 നവംബർ 7 അക്ഷയ നവമി ദിനത്തിൽ ബങ്കിങ് ചന്ദ്ര ചാറ്റർജിയാണ് വന്ദേമാതരം രചിച്ചത്. ആനന്ദമഠം എന്ന നോവലിന്റെ ഭാഗമായി ബംഗാദർശൻ എന്ന സാഹിത്യ ജേർണലിലാണ് വന്ദേമാതരം ആദ്യമായി പ്രസിദ്ധീകരിച്ചത്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി. വന്ദേമാതരത്തിന്റെ 150ാം വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി രാജ്യമെമ്പാടും വിപുലമായ പരിപാടികളാണ് സംഘടിപ്പിക്കുന്നത്. പൊതുസ്ഥലങ്ങളിലും കേന്ദ്ര വാർത്താവിതരണ പ്രക്ഷേപണ മന്ത്രാലയത്തിന്റെ നേതൃത്വത്തിൽ വിവിധ സർക്കാർ സ്ഥാപനങ്ങളിലും വന്ദേമാതരം ഇന്ന് കൂട്ടത്തോടെ ആലപിക്കും. ന്യൂനപക്ഷകാര്യ മന്ത്രാലയം ന്യൂഡൽഹിയിലെ പണ്ഡിറ്റ് ദീൻദയാൽ അന്ത്യോദയ ഭവനിൽ പ്രത്യേക പരിപാടി സംഘടിപ്പിക്കും. കേന്ദ്രമന്ത്രി കിരൺ റിജിജു, കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യൻ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുക്കും. കേരളത്തിൽ ബിജെപിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന വാർഷികാഘോഷ പരിപാടികൾ പാർട്ടി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ തിരുവനന്തപുരത്ത് ഉദ്ഘാടനം ചെയ്യും. ബീഹാറിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ആദ്യഘട്ടത്തിൽ 64.66% പോളിംഗ്. 18 ജില്ലകളിലെ 121 നിയോജക മണ്ഡലങ്ങളിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ 1314 സ്ഥാനാർത്ഥികളാണ് ജനവിധി തേടിയത്. സമാധാനപരവും സുതാര്യവുമായ രീതിയിൽ പോളിംഗ് നടന്നതിൽ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ഗ്യാനേഷ് കുമാർ ഉദ്യോഗസ്ഥരെ അഭിനന്ദിച്ചു. 6 രാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധി സംഘം തെരഞ്ഞെടുപ്പ് പ്രക്രിയ നേരിൽ കണ്ട് മനസ്സിലാക്കാനെത്തിയിരുന്നു. രണ്ടാംഘട്ട ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള പ്രചാരണം ഊർജിതമായി തുടരുന്നു. പ്രമുഖ രാഷ്ട്രീയ പാർട്ടികളുടെ മുതിർന്ന നേതാക്കൾ ഉൾപ്പെടെ പ്രചാരണ രംഗത്ത് സജീവമാണ്. മുതിർന്ന ബിജെപി നേതാവും പ്രധാനമന്ത്രിയുമായ നരേന്ദ്രമോദി ഇന്ന് ഔറംഗാബാദിലും ബാബുവയിലും തെരഞ്ഞെടുപ്പ് പ്രചാരണ റാലികളെ അഭിസംബോധന ചെയ്യും. ഈ മാസം 11-നാണ് രണ്ടാംഘട്ട വോട്ടെടുപ്പ്. നവംബർ 14-നാണ് വോട്ടെണ്ണൽ. രാഷ്ട്രപതി ദ്രൌപദി മുർമുവിന്റെ അങ്കോള ബോട്സ്വാന സന്ദർശനം നാളെ ആരംഭിക്കും. അങ്കോള പ്രസിഡന്റുമായി രാഷ്ട്രപതി ഉഭയകക്ഷി ചർച്ചകൾ നടത്തുമെന്ന് വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. ഈ മാസം 11-ന് അങ്കോളയുടെ 50ാം സ്വാതന്ത്ര്യ വാർഷികാഘോഷത്തിൽ ശ്രീമതി മുർമു പങ്കെടുക്കും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ വാരാണസി സന്ദർശിക്കും. എറണാകുളം ബംഗളൂരു റൂട്ട് ഉൾപ്പെടെയുള്ള 4 പുതിയ വന്ദേ ഭാരത് എക്സ്പ്രസ് ട്രെയിനുകൾ അദ്ദേഹം ഫ്ളാഗ് ഓഫ് ചെയ്യും. എറണാകുളം ബംഗളൂരു കൂടാതെ ബനാറസ്, ഖജുരാഹോ, ലഖ്നൌ, സഹരൻപൂർ, ഫിറോസ്പൂർ, ഡൽഹി വന്ദേ ഭാരത് എക്സ്പ്രസ് ട്രെയിനുകളാണ് പ്രധാനമന്ത്രി ഫ്ളാഗ് ഓഫ് ചെയ്യുക. എറണാകുളത്ത് നിന്നും ബംഗളൂരു വരെയുള്ള യാത്രാസമയം 2 മണിക്കൂറിലധികമാണ് കുറയുക. തായ്ലൻഡിലെ മെയ്സോട്ടിൽ സൈബർ തട്ടിപ്പ് കേന്ദ്രങ്ങളിൽ ജോലി ചെയ്തിരുന്നതായി ആരോപിക്കപ്പെടുന്ന 270 ഇന്ത്യൻ പൌരന്മാരെ ബാങ്കോക്കിലെ ഇന്ത്യൻ എംബസിയും ചിയാങ് മായ് പ്രവിശ്യയിലെ ഇന്ത്യൻ കോൺസുലേറ്റും ചേർന്ന് തിരികെ എത്തിച്ചു. തായ്ലൻഡ് സർക്കാരിന്റെ പിന്തുണയോടെ ഇന്ത്യൻ വ്യോമസേനാ വിമാനങ്ങളിലാണ് ഇവരെ നാട്ടിലെത്തിച്ചത്. ഇതിൽ 26 പേർ സ്ത്രീകളാണ്. കുടിയേറ്റ നിയമങ്ങൾ ലംഘിച്ചതിന് തായ് അധികൃതർ അവരെ കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു. വിദേശ ജോലി വാഗ്ദാനങ്ങൾ സ്വീകരിക്കുന്നതിന് മുൻപ് ആധികാരികത പരിശോധിക്കണമെന്ന് ഇന്ത്യൻ എംബസി പൌരന്മാരോട് അഭ്യർത്ഥിച്ചു.
രാജ്യത്തെ ബാങ്കുകൾ ലോകോത്തര നിലവാരത്തിലേക്ക് വികസിപ്പിക്കുന്നതിനുള്ള ചർച്ചകൾ പുരോഗമിക്കുന്നതായി കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ. മുംബൈയിൽ 12ാമത് SBI ബാങ്കിംഗ് ആൻഡ് എക്കണോമിക് കോൺക്ലേവിനെ അഭിസംബോധന ചെയ്യുകയായിരുന്നു ധനമന്ത്രി. പുത്തൻ തലമുറ GST പരിഷ്കാരങ്ങളുടെ ഗുണഫലങ്ങൾ എല്ലാ മേഖലകളിലും പ്രകടമാണെന്നും ശ്രീമതി നിർമ്മല സീതാരാമൻ പറഞ്ഞു. The goods and services tax reforms, new generation GST, essentially focusing on rate reduction you would think, but I would think rate reduction yes, but process simplification, classification clarity are also part of this GST next generation reforms. വഞ്ചനാപരമായ നിക്ഷേപ പ്രവർത്തനങ്ങൾക്കായി പ്ലാറ്റ്ഫോമുകൾ ദുരുപയോഗം ചെയ്യുന്നതിനെതിരെ പ്രധാന സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളും ഇന്റർനെറ്റ് സെർച്ച് എഞ്ചിൻ ദാതാക്കളും സുരക്ഷാ നടപടികൾ ശക്തിപ്പെടുത്തണമെന്ന് സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ. സെബിയിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള സ്ഥാപനങ്ങൾക്ക് മാത്രമേ നിക്ഷേപ ഉൽപ്പന്നങ്ങളും സേവനങ്ങളും പ്രോത്സാഹിപ്പിക്കാൻ അനുവാദമുള്ളൂ എന്ന് ഉറപ്പാക്കാനും നിർദ്ദേശമുണ്ട്. സ്ഥാപനങ്ങളുടെ രജിസ്ട്രേഷൻ പരിശോധിച്ചുറപ്പിക്കാനും ആധികാരിക ട്രേഡിംഗ് ആപ്പുകളിലൂടെ മാത്രം ഇടപാടുകൾ നടത്താനും സാധ്യതയുള്ള UPI ഹാൻഡിലുകൾ ഉപയോഗിക്കണമെന്നും സെബി നിക്ഷേപകരോട് അഭ്യർത്ഥിച്ചു. വിനോദസഞ്ചാര മേഖലയ്ക്ക് പുത്തൻ ഉണർവ് പകർന്ന GST ബജറ്റ് ഉത്സവ്. ഒരു രാത്രിക്ക് 7,500 രൂപയിൽ താഴെ നിരക്കുള്ള ഹോട്ടൽ മുറികളുടെ GST 5% കുറച്ചു. നേരത്തെ ഇവയ്ക്ക് 12% നികുതി. 10ൽ കൂടുതൽ പേർക്ക് ഇരിക്കാവുന്ന ബസ്സുകളുടെ നികുതി 18% കുറച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും @ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR ന്യൂസ് TVM X ഹാൻഡിലും ലഭ്യമാണ്. ഇന്ന് ദേശീയ ക്യാൻസർ അവബോധ ദിനം. അർബുദത്തെക്കുറിച്ചുള്ള പൊതു അവബോധം വളർത്തുക, നേരത്തെയുള്ള രോഗനിർണയം എന്നിവയാണ് ദിനാചരണത്തിന്റെ ലക്ഷ്യം. ക്യാൻസർ ചികിത്സയിൽ കാര്യമായ പുരോഗതിക്ക് വഴി തുറന്ന റേഡിയോ ആക്ടിവിറ്റിയെക്കുറിച്ചുള്ള ഗവേഷണം നടത്തിയ മേരി ക്യൂറിയുടെ ജന്മവാർഷിക ദിനം കൂടിയാണിന്ന്. SIR നടപ്പിലാക്കുന്നതിന്റെ ഭാഗമായി കേരളത്തിൽ എന്യൂമറേഷൻ ഫോം വിതരണത്തിൽ സമ്മതിദായകരിൽ നിന്ന് മികച്ച സഹകരണമാണ് ലഭിക്കുന്നതെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ രത്തൻ യു കേൽക്കർ. 3ാം ദിവസമായി ഇന്നലെ വരെ ഏകദേശം 19,37,431 പേർക്ക് ഫോം വിതരണം ചെയ്തിട്ടുണ്ട്. എന്യൂമറേഷൻ ഫോം വിതരണത്തിന്റെ വേഗത കൂട്ടുന്നതിനായി രാത്രിയിലും BLOമാർ വീട്ടിലെത്തുന്ന നൈറ്റ് ഔട്ട് വിത്ത് BLO ഡെമോക്രസി നെവർ സ്ലീപ്സ് എന്ന ക്യാമ്പയിൻ ആരംഭിച്ചതായും മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ അറിയിച്ചു. വികസിത ഭാരതത്തിൽ സാമ്പത്തിക വളർച്ചയ്ക്കൊപ്പം പ്രകൃതി സംരക്ഷണത്തിനും പ്രാധാന്യം നൽകണമെന്ന് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ. ഏറ്റവും പ്രായം കുറഞ്ഞ പരിസ്ഥിതി പ്രവർത്തക കോഴിക്കോട് സ്വദേശി റൂഹി മഹസബ് വിദ്യാലയങ്ങളെയും നാടിനെയും ഹരിതാഭമാക്കാൻ ലക്ഷ്യമിട്ട് ആവിഷ്കരിച്ച ട്രീ ബാഗ് നഴ്സറിയുടെ ഔപചാരിക ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. ആഗോള താപനം നേരിടുന്നതിന് മരങ്ങൾ അനുഗ്രഹമായി മാറുന്നതായും ഗവർണർ പറഞ്ഞു. സംസ്ഥാനത്ത് സൌരോർജ്ജ വൈദ്യുതിയുമായി ബന്ധപ്പെട്ട പുതിയ ബില്ലിംഗ് രീതികൾ ജനുവരി 1 മുതൽ നിലവിൽ വരും. പുതിയ പുനരുപയോഗ ഊർജ്ജ റെഗുലേഷൻ പ്രാബല്യത്തിൽ വന്നതിന്റെ അടിസ്ഥാനത്തിലാണ് ബില്ലിംഗ് രീതി മാറുന്നത്. ആകാശവാണി ലേഖകൻ സ്മിതി M. പള്ളുരുത്തി തയ്യാറാക്കിയ റിപ്പോർട്ട്. പുതിയ റെഗുലേഷൻ പ്രകാരം സൌരോർജ്ജം ഉൽപ്പാദിപ്പിക്കുന്ന വീടുകളിൽ 20 കിലോവാട്ട് വരെ നെറ്റ് മീറ്ററിംഗ് അനുവദിക്കും. ഇതിൽ 10 കിലോവാട്ട് വരെയുള്ള ഗാർഹിക ഉപഭോക്താക്കൾക്ക് ബാറ്ററി സ്റ്റോറേജ് ഇല്ലാതെ തന്നെ നെറ്റ് മീറ്ററിംഗ് പ്രയോജനപ്പെടുത്താം. വ്യവസായങ്ങൾക്ക് 500 കിലോവാട്ട് വരെ നെറ്റ് മീറ്ററിംഗ് അനുവദിക്കും. ഇതിൽ 25 കിലോവാട്ട് വരെയുള്ളവർക്ക് ബാറ്ററി സ്റ്റോറേജ് നിർബന്ധമാക്കില്ല. ഇന്ത്യൻ ഹോക്കിയുടെ 100ാം വാർഷികാഘോഷത്തോടനുബന്ധിച്ച് ഇന്ന് രാജ്യമെമ്പാടും ആഘോഷങ്ങൾ നടക്കും. 550 ജില്ലകളിലായി 1400-ലധികം ഹോക്കി മത്സരങ്ങൾ ഇതിന്റെ ഭാഗമായി സംഘടിപ്പിക്കും. ന്യൂഡൽഹിയിലെ മേജർ ധ്യാൻചന്ദ് നാഷണൽ സ്റ്റേഡിയത്തിൽ ഇന്ന് രാവിലെ 8:30 യൂണിയൻ മിനിസ്റ്റേഴ്സ് 11 ഹോക്കി ഇന്ത്യയുടെ മിക്സഡ് 11 തമ്മിലുള്ള പ്രദർശന മത്സരം നടക്കും. തുടർന്ന് ഇന്ത്യയുടെ ഹോക്കി ഇതിഹാസങ്ങളെ ആദരിക്കും. പ്രധാന വാർത്തകൾ വീണ്ടും. ദേശീയ ഗീതമായ വന്ദേ മാതരം 150ന്റെ നിറവിൽ ഒരു വർഷം നീളുന്ന വാർഷികാഘോഷ പരിപാടികൾക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ന്യൂഡൽഹിയിൽ തുടക്കം കുറിക്കും. ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിലെ ആദ്യഘട്ട വോട്ടെടുപ്പിൽ 64.66% പോളിംഗ്. രണ്ടാം ഘട്ട വോട്ടെടുപ്പ് ചൊവ്വാഴ്ച. രാജ്യത്തെ ബാങ്കുകൾ ലോകോത്തര നിലവാരത്തിലേക്ക് വികസിപ്പിക്കുന്നതിനുള്ള ചർച്ചകൾ പുരോഗമിക്കുന്നതായി കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ. കേരളത്തിൽ തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിന്റെ ഭാഗമായുള്ള എന്യൂമറേഷൻ ഫോം വിതരണത്തിന് ജനങ്ങളിൽ നിന്ന് മികച്ച സഹകരണം ലഭിക്കുന്നതായി മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ. അർബുദത്തെക്കുറിച്ചുള്ള അവബോധം വളർത്തുകയെന്ന സന്ദേശവുമായി ഇന്ന് ദേശീയ ക്യാൻസർ ബോധവൽക്കരണ ദിനം. ഇന്ത്യൻ ഹോക്കിയുടെ 100ാം വാർഷികത്തോടനുബന്ധിച്ച് രാജ്യമെമ്പാടും ഇന്ന് വിപുലമായ ആഘോഷങ്ങൾ. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.